തിക്കോടി സ്വദേശിയുടെ സ്കൂട്ടറിന്റെ അതേ നമ്പറിൽ മറ്റൊരു സ്കൂട്ടർ. മലപ്പുറം RTO പരിധിയിലുള്ള കൊടങ്ങാട് നിന്ന് ഹെൽമറ്റ് ധരിക്കാത്തതിന്റെ പേരിൽ ക്യാമറയിൽ കുടുങ്ങി ഫൈൻ വന്നത് തിക്കോടി സ്വദേശിക്ക്. ഇന്നലെ രാവിലെ 11:30 എനിക്കൊരു ഫോണിലൊരു മെസ്സേജ് വന്നത്, വണ്ടിയുടെ പേരിൽ ഫൈൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തായ ഒരു ഓൺലൈൻ സ്ഥാപനം നടത്തുന്ന ഒരാളോട് അന്വേഷിച്ചപ്പോൾ മൂപ്പരിൻ്റെ ഫോട്ടോ അയച്ചു തന്നു. അപ്പോൾ ആ ഫോട്ടോയിൽ കാണുന്നത് 2 പേര് ഒരു വണ്ടിയിൽ, അതെൻ്റെ വണ്ടിയിലെ കളറും വ്യത്യാസമുണ്ട്, മോഡലും വ്യത്യാസമുണ്ട്. ആ വണ്ടിയിൽ ഹെൽമെറ്റ് ഇടാതെ പോയതാണ് ഫൈന്. അപ്പോൾ ഞാൻ പയ്യോളി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറയാൻ പോയി. അപ്പോൾ അവർ പറഞ്ഞു ഇത് RTO ഓഫീസിൽ നിന്ന് വന്ന മെസ്സേജാണ്, അതുകൊണ്ട് കൊയിലാണ്ടി RTO ഓഫീസിൽ പോയിട്ട് പരാതി പറയാനാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ നന്ദിയിൽ വെച്ച് ഏതാണ്ട് ചെക്കിങ് ചെയ്യുന്ന പോലീസുകാരെ കണ്ടപ്പോൾ അവരടുത്ത് കാര്യം പറഞ്ഞു. അതിലൊരാൾ പറഞ്ഞു ഇത് മലപ്പുറത്തുള്ള കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അവിടെ പോയി ഹൈവേ പോലീസിൻ്റെ വണ്ടിയാണ് ചെക്ക് ചെയ്തത്. അപ്പോൾ ഒരാൾ പറഞ്ഞു മലപ്പുറം പോകണമെന്ന്, മറ്റൊരു പറഞ്ഞു കൊയിലാണ്ടി RTO ഓഫീസിൽ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ കൊയിലാണ്ടി RTO ഓഫീസിൽ പോയി അവരും പറഞ്ഞത് ഇത് മലപ്പുറത്തുള്ള കേസാണ്, എന്നോട് അവിടെ പോകാനാണ് പറഞ്ഞത്. ഒരു പരാതി സ്വീകരിക്കാനൊന്നും അവർ തയ്യാറായില്ല. ഈ വണ്ടി എൻ്റെ വണ്ടിയല്ല, വേറെ കളറുമാണ്, വേറെ മോഡലുമാണ്. മലപ്പുറത്ത് കൊടങ്ങാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്നാണ് മെസ്സേജ് വന്നത്. 25 സെപ്റ്റംബർ 25 ഇല്ല, ഞാൻ മലപ്പുറത്ത് പോയിട്ടില്ല, ഞാനന്ന് നാട്ടിൽ തന്നെയായിരുന്നു. തിക്കോടി സ്വദേശി കരുവാൻകണ്ടി സന്ദീപിന്റെ ഫോണിലേക്കാണ് മെസ്സേജ് വന്നത്. അങ്ങനെ മെസ്സേജിന്റെ അടിസ്ഥാനത്തിൽ ഓൺലൈനിൽ RTOയുടെ സൈറ്റിൽ എങ്ങനെയാണ് ഫൈൻ വന്നത് എന്ന് തിരഞ്ഞപ്പോഴാണ് ഞെട്ടിക്കുന്ന സംഭവം അറിയുന്നത്. തൻ്റെ അതേ ബൈക്കിന്റെ നമ്പറിൽ 2 പേർ യാത്ര ചെയ്യുന്ന ഫോട്ടോ, സ്കൂട്ടറിന്റെ കളർ വ്യത്യാസമുണ്ട്, സഞ്ചരിക്കുന്നത് മറ്റു 2 പേർ, അതും ഇതുവരെ പോയിട്ടില്ലാത്ത സ്ഥലത്തുള്ള ക്യാമറയിൽ. ഇത് എങ്ങനെ സംഭവിച്ചു? വ്യാജ നമ്പർ ഉപയോഗിച്ച് ആരാണ് കൊടങ്ങാട് ബൈക്കിൽ സഞ്ചരിക്കുന്നത്? ഈ ബൈക്കിൽ സഞ്ചരിച്ച ആളുകൾ ആരാണ്? ഇത് പോലീസ് അന്വേഷിക്കേണ്ടതുണ്ട്. അറിയാനായി സന്ദീപ് നേരെ പയ്യോളി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കാര്യങ്ങൾ പറഞ്ഞു. പയ്യോളി പോലീസ് നേരെ കൊയിലാണ്ടി RTO ഓഫീസിലേക്ക് വിട്ടു. അവിടെ നിന്നും വീണ്ടും നിരാശ. മലപ്പുറം പോകാൻ നിർദ്ദേശം. അതിനിടയിൽ വഴിയിൽ പരിശോധന നടത്തുന്ന ഹൈവേ പോലീസിനെയും ബന്ധപ്പെട്ടു. അവിടെയും കൃത്യമായ ഒരു മാർഗനിർദ്ദേശവും ലഭിച്ചില്ല. തൻ്റെ നമ്പർ ഉപയോഗിച്ച് മറ്റൊരു ബൈക്ക് മലപ്പുറം ഭാഗത്തുകൂടി കടന്നുപോയിട്ടുള്ള വിവരം ഈ ഫൈൻ വന്നതോടെയാണ് ഇദ്ദേഹം അറിയുന്നത്. ഇക്കാര്യങ്ങൾ ബോധ്യപ്പെട്ട പോലീസും RTOയും പരാതി വാങ്ങാനോ അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനോ ശ്രമിക്കുന്നതിന് പകരം മലപ്പുറം RTO ഓഫീസിലേക്ക് പോകാൻ ഇയാളോട് പറയുമ്പോൾ കുറ്റവാളികൾ രക്ഷപ്പെടുകയും രക്ഷപ്പെടാനുള്ള സമയം നൽകുന്നതിന് പോലീസിൻ്റെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ വഴിവെക്കും എന്നതിൽ സംശയമില്ല. അന്വേഷിച്ചു വരികയും പിടികൂടുകയും ചെയ്യുക വാഹനത്തിന്റെ ഉടമയായ ഇയാളെ ആയിരിക്കില്ലേ? നിലവിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തിക്കോടി സ്വദേശിയുടെ നമ്പർ ഉപയോഗിച്ച് മലപ്പുറം വഴി കടന്നുപോയ ആ സ്കൂട്ടർ ഏതാണ്? ആ വാഹനത്തിൽ സഞ്ചരിച്ച 2 പേർ ആരാണെന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം, ബാധ്യതയും പോലീസിനില്ലേ? പരാതി എവിടെയാണ് നൽകുക? തൻ്റേതല്ലാത്ത കാരണം കൊണ്ട് അല്ലെങ്കിൽ വ്യാജ നമ്പർ പതിച്ചു ഓടുന്ന ക്രിമിനലുകളുടെ പ്രവൃത്തിയിൽ ഉണ്ടായേക്കാവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് പിന്നാലെ പോകേണ്ടത് നിരപരാധിയായ ഈ വ്യക്തിയാണോ? സ്പോട്ട് കേരള ന്യൂസ്, പയ്യോളി.